അടുത്ത നമുക്കുള്ളത് പ്രെഡിക്കേറ്റ് ആൻഡ് ക്വാണ്ടിഫയേഴ്സ്. പ്രെഡിക്കേറ്റ് മീൻസ് ഇതില് എച്ച് എന്നൊക്കെ പറഞ്ഞിട്ട് വരും. ഇപ്പൊ എക്സാമ്പിൾ പറയുക, എച്ച് ഈസ് എ സ്റ്റുഡൻറ്. അപ്പൊ ആ എച്ച് എന്ന് പറയുന്നത് സബ്ജക്റ്റും സ്റ്റുഡന്റ് എന്ന് പറയുന്നത് പ്രെഡിക്കേറ്റ് ആണ്. അപ്പൊ നമ്മൾ അതിനെ ഡിനോട്ട് ചെയ്യണത് പി ഓഫ് എച്ച് ആണ്. അതില് പി അങ്ങനെ എച്ച് ഒക്കെ വെച്ചിട്ട് വരുന്ന സംഭവത്തിനെയാണ് എന്ത് പറയാ, പി ഓഫ് എച്ച് എന്നൊക്കെ വെച്ചിട്ട് വരുന്ന സംഭവത്തിന് നമ്മൾ പ്രെഡിക്കേറ്റ് എന്ന് പറയും. ക്വാണ്ടിഫയേഴ്സ് ഫോർ ഓളും ദർ എക്സിസ്റ്റും. ഫോർ ഓൾ യൂണിവേഴ്സൽ ക്വാണ്ടിഫയറും ദർ എക്സിസ്റ്റ് എക്സിസ്റ്റൻഷ്യൽ ക്വാണ്ടിഫയറും. എല്ലാ എച്ചിനും ട്രൂ ആവണത് അതാണ് ഫോർ ഓൾ എച്ച്. ദർ എക്സിസ്റ്റ് എച്ച് ചില എച്ചിന് ട്രൂ ആവും. അപ്പൊ നമുക്ക് ഇവിടെ കുറച്ച് കാര്യങ്ങൾ കണ്ടുപിടിക്കാനുണ്ട്. അപ്പൊ അതിൽ ആദ്യത്തെ ക്വസ്റ്റ്യൻ, ലെറ്റ് പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് ഡിനോട്ട് ദ ഫോളോയിങ് ഓപ്പൺ സ്റ്റേറ്റ്മെന്റ്. എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3x + 1 ഈസ് ഓഡ്. ഇവിടെ എക്സ് ഉണ്ടല്ലോ, അപ്പൊ ഇതെന്താണ്, ഇപ്പൊ നമ്മൾ പറഞ്ഞ പ്രെഡിക്കേറ്റ് ആണിത്. പി ഓഫ് എക്സ് ക്യൂ ഓഫ് എക്സ് എന്ന് പറഞ്ഞ് തരുന്നത്. ഇഫ് ദ യൂണിവേഴ്സ് കൺസിസ്റ്റ് ഓഫ് ഓൾ ഇന്റീജേഴ്സ്, വാട്ട് ആർ ദ ട്രൂത്ത് വാല്യൂ ഫോർ ദ ഫോളോയിങ് സിസ്റ്റം. ഇപ്പൊ ഇതില് പറയണ എന്താ വെച്ചാ, ആദ്യത്തെ ക്യൂ ഓഫ് 1 നമുക്ക് വേണം. ഇപ്പൊ ക്യൂ ഓഫ് 1 ക്യൂല് നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, ക്യൂ ഒന്ന് വായിക്കണം. ക്യൂല് നമുക്ക് എന്താ പറഞ്ഞിട്ടുള്ളത്, എക്സ് + 1 ഈസ് ഓഡ്. ഇപ്പൊ 1 + 1 എന്ന് പറയുന്നത് ഈവൺ ആണ്, അതുകൊണ്ട് ഇത് ഫാൾസ് ആണ്. അടുത്ത നമുക്ക് എന്താണ്, നെഗേഷൻ ഓഫ് പി ഓഫ് 3. അതിന് പി ഓഫ് 3 എന്താ, എക്സ് + 1 അല്ല, എക്സ് ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3 എന്ന് പറയുന്നതാണ് പി ഓഫ് എക്സ്. അപ്പൊ നമ്മളോട് കണ്ടുപിടിക്കാൻ പറഞ്ഞേക്കുന്നത് നെഗേഷൻ ഓഫ് പി ഓഫ് 3 എന്നാണ്. അപ്പോ നെഗേഷൻ ഓഫ് പി ഓഫ് എക്സ് എന്തായിരിക്കും, എക്സ് ഗ്രേറ്റർ ദാൻ ഓർ ഈക്വൽ ടു 3 അല്ലേ. പിന്നെ ഇവിടെ എന്താ ചോദിച്ചിട്ടുള്ളത്, നെഗേഷൻ ഓഫ് പി ഓഫ് 3. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, എക്സ് ഗ്രേറ്റർ ദാൻ ഈക്വൽ ടു വരില്ല. കാരണം എന്താ, ഇവിടെ 3 ഇൻക്ലൂഡഡ് ആണല്ലോ. അപ്പൊ നമ്മൾ എഴുതണേൽ എന്താവാൻ പാടില്ല, ഇൻക്ലൂഡഡ് ആവാൻ പാടില്ല. അപ്പൊ നമുക്ക് നെഗേഷൻ ഓഫ് പി ഓഫ് 3 എന്ന് പറഞ്ഞേക്കണേ. അപ്പൊ 3 ഗ്രേറ്റർ ദാൻ 3 എന്ന് പറയുന്നത് എന്തല്ല, ശരിയല്ല. അപ്പൊ അതിന്റെ ട്രൂത്ത് വാല്യൂ എന്തായി, 0. ഇനി അടുത്തത് എന്താണ്, പി ഓഫ് 7 ഓർ ക്യൂ ഓഫ് 7. അപ്പൊ ഞാൻ പി ഓഫ് 7 നോക്കാൻ പോവാണ്. പി ഓഫ് 7 ഇത് ശരിയാണോ, അല്ല. ക്യൂ ഓഫ് 7 എന്താണ്, 7 + 1 ഈസ് ഓഡ്. ഇപ്പൊ നമുക്ക് ഓറാണ് വന്നിട്ട്, നമുക്കറിയാം ഓറില് രണ്ടും 0 ആണെങ്കിൽ നമുക്ക് ഇവിടെ ഇപ്പൊ നമുക്ക് പി ഓഫ് 7 ഫോൾസ് ആണ്, ക്യൂ ഓഫ് 7 ഫോൾസ് ആണ്. രണ്ട് 0 വരികയാണെങ്കിൽ ഓറിൽ നമുക്ക് എന്താ കിട്ടുക, 0 ആണ് കിട്ടുക. അപ്പൊ അത് ഫോൾസ് ആണ് കിട്ടി. ഇനി അടുത്തത് എന്താണ്, പി ഓഫ് 3 ആൻഡ് ക്യൂ ഓഫ് 4. അപ്പൊ ഇത് ട്രൂ ആവണമെങ്കിൽ രണ്ടും ട്രൂ ആവണം, കാരണം അത് ആൻഡ് ആണ്. പി ഓഫ് 3 എന്ന് പറയുന്നത് 3 ലെസ് ദാൻ ഓർ ഈക്വൽ ടു 3, അത് കറക്റ്റാ. ക്യൂ ഓഫ് 3 എന്ന് പറയുന്നത് 3 + 1 ഈസ് ഓഡ്, അത് തെറ്റിയല്ലോ. അപ്പൊ അത് തെറ്റിയത് കൊണ്ട് നമുക്ക് എന്ത് പറയാം, ഇത് ഒരു മിനിറ്റ്, ക്യൂ ഓഫ് 3 അല്ല ചോദിച്ചേക്കണേ, ക്യൂ ഓഫ് 4 ചോദിച്ചേക്കണേ. അപ്പൊ ക്യൂ ഓഫ് 4 എന്ന് പറഞ്ഞാൽ 4 + 1 ഈസ് ഓഡ്. അപ്പൊ ഇത് നമുക്ക് പി ഓഫ് 3യും ക്യൂ ഓഫ് 4ഉം രണ്ടും കറക്റ്റ് ആയതുകൊണ്ട് ഈ സംഭവം എന്തായി, ട്രൂ ആയി. ഇനി നമുക്കുള്ളത് അടുത്തുള്ള പോർഷൻ എന്ന് പറയുന്നത്, സി ഓഫ് എക്സ് സച്ച് ദാറ്റ് എക്സ് ഹാസ് എ കാറ്റ്, എക്സ് ഹാസ് എ ഡോഗ്, എക്സ് ഹാസ് എ ഫെററ്റ്. ഫെററ്റ് മീൻസ് ഒരു വെള്ളക്കീരിയാണ്. എക്സ്പ്രസ് ഈച്ച് ഓഫ് ദ സ്റ്റേറ്റ്മെന്റ് ഇൻ ടേംസ് ഓഫ് സി ഓഫ് എക്സ്, ഡി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ്, ക്വാണ്ടിഫയേഴ്സ് ആൻഡ് ലോജിക്കൽ കണക്റ്റീവ് ഡൊമൈൻ കൺസിസ്റ്റിംഗ് ഓഫ് ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ്. അപ്പൊ ഈ പറയുന്ന കാര്യങ്ങള് എന്താണ്, റെപ്രസെന്റ് ചെയ്യാനാണ് പറഞ്ഞേക്കുന്നത്. അപ്പൊ ഇത് വായിക്കാൻ നമ്മൾക്ക് എങ്ങനെ റെപ്രസെന്റ് ചെയ്യാൻ നോക്കാം. എ സ്റ്റുഡന്റ് ഇൻ യുവർ ക്ലാസ് ഹാസ് എ കാറ്റ്, ഡോഗ് ആൻഡ് എ ഫെററ്റ്. ഒരാൾക്കല്ലേ ഉള്ളൂ, എല്ലാവർക്കും ഉണ്ടോ, അതുകൊണ്ടാണ് ഞാൻ എന്ത് എഴുതിയത്, ദർ എക്സിസ്റ്റ് എക്സ്.
ഇവിടെ നമുക്ക് എന്ത് വന്നിട്ടുണ്ട്, ആൻഡ് വന്നിട്ടുണ്ട്. സോ സി ഓഫ് എക്സ് ആൻഡ് ഡി ഓഫ് എക്സ്, ഇത് ഈ ഒരു സിമ്പിൾ നമ്മൾ ഇട്ടു. അപ്പൊ ആദ്യത്തെ കഴിഞ്ഞു. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, ഓൾ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് ഹാവ് എ കാറ്റ്, ഡോഗ് ഓർ. ഓൾ സ്റ്റുഡൻസ് എല്ലാവർക്കും ഉണ്ട്. സോ ഫോർ ഓൾ എക്സ് എന്ന് എഴുതി, എന്ത് എഴുതി, സി ഓഫ് എക്സ് ഓർ ഡി ഓഫ് എക്സ് ഓർ എഫ് ഓഫ് എക്സ് എന്ന് എഴുതി. ഇനി അടുത്തത്, സം സ്റ്റുഡൻസ്, അപ്പോഴും there exists എന്ന് കിട്ടി. ഇൻ യുവർ ക്ലാസ് ഹാസ് എ കാറ്റ് ആൻഡ് ഫ്രണ്ട് ബട്ട് നോട്ട് എ ഡോഗ്. ഇവിടെ ആൻഡ് നോട്ട് എ ഡോഗ് എന്ന് പറയുമ്പോ നമ്മള് ആർക്കായിരുന്നു ശരിക്കും, കാറ്റിന് സിയും ഫെററ്റിന് എഫ് ഓഫ് എക്സും ഡോഗിന്, അതായത് ആദ്യത്തെ ലെറ്റേഴ്സ് തന്നെയാണ് നമ്മൾ അത് റെപ്രസെന്റ് ചെയ്തിരിക്കണേ. അപ്പൊ നമുക്ക് എന്ത് കിട്ടി, കാറ്റ് ആൻഡ് ഫെററ്റ് ആണുള്ളത്. പക്ഷെ നോട്ട് എ ഡോഗ് എന്ന് പറയുമ്പോ ഇവിടെ എന്താ വരണ്ടത്, ഇത് ഞാൻ ഏരിയയില് മിസ്റ്റേക്ക് വന്നിട്ടുണ്ട്. അപ്പൊ ഇവിടെ എന്താ വരണ്ടേ, സി ഓഫ് എക്സ് ആൻഡ് എഫ് ഓഫ് എക്സ് ആൻഡ് ആരില്ല, ഡോഗ് ഇല്ല. അപ്പൊ നെഗേഷൻ ഓഫ് ഡി ഓഫ് എക്സ്. അതെനിക്കിപ്പോ ഡൗട്ട് തോന്നിയോണ്ടാണ് തിരിഞ്ഞിരുന്ന് നോക്കിയത്. കണ്ടോ, സീനെ കാറ്റെന്നും ഡീന് ഡോഗെന്നും, ഇത് ഫെററ്റ് ആണ്. ഇനി അടുത്ത ക്വസ്റ്റ്യൻ, നോ സ്റ്റുഡൻസ് ഇൻ യുവർ ക്ലാസ് ഹാസ് എ കാറ്റ്, ഡോഗ് ആൻഡ് ഫെററ്റ്. അത് നമുക്ക് ഒരാൾക്കും ഇല്ല എന്ന് പറയാൻ വേണ്ടിട്ട് ഫോർ ഓൾ എക്സ് എടുത്തു, നെഗേഷനും കൊടുത്തു, കാറ്റ്, ഡോഗ് ആൻഡ് ഫെററ്റ്. അപ്പൊ സി ഓഫ് എക്സ്, ഡി ഓഫ് എക്സ്, എഫ് ഓഫ് എക്സ്. ഇനി ഫോർ ഈച്ച് ഓഫ് 3 elements, cat, dog and ferret, there is a student in your class who has this animal as a pet. ഇതില് എന്താ പറഞ്ഞ, ഫോർ ഈച്ച് ഓഫ് 3 elements, cat, dog and, there is a student in your class who has this animal as a pet. ഒരാൾക്ക് എന്തുണ്ടാവും, കാറ്റ് ഉള്ള ഒരാളുണ്ട്, ഡോഗ് ഉള്ള ഒരാളുണ്ട്, ഫെററ്റ് ഉള്ള ഒരാളുണ്ട്. അപ്പൊ there exists C of x and there exists D of x and there exists F of x. അപ്പൊ ക്വാണ്ടിഫയേഴ്സ് എന്താന്ന് കണ്ടു, ഫോർ ഓൾ എക്സ്, ഫോർ ഓളും there existും. കണക്റ്റീവ്സ് മീൻസ് ആൻഡ്, ഇംപ്ലൈസ് ഇഫ് ആൻഡ് ഓൺലി ഇഫ്, ഓർ. ഇങ്ങനെ 4 കണക്റ്റീവ്സ് ആണ് നമുക്ക് വരുന്നത്. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, P of x equal to 2x plus 1, Q of x equal to x square equal to 9, there exists x. P of x and Q of x is not logically equivalent to there exists x P of x and there exists Q of x where universe is set of integers. നമുക്ക് ഇത് രണ്ട് ഇക്വലന്റ് അല്ല എന്നാണ് കാണിക്കേണ്ടത്. ഓക്കെ, അപ്പൊ നമ്മൾ ആദ്യം P of x, അതായത് 2x plus 1 and Q of x, ഇത് രണ്ടും അതായത് ശരിയാവുന്ന ഒരു എക്സ് നമുക്ക് ഉണ്ടാവോ? അപ്പൊ നമ്മൾ ആ ഉണ്ടാവും എന്ന് വെച്ചിട്ട് ഇന്റീജർ a എന്ന് കൊടുത്തു. അപ്പൊ ഞാൻ P of a ആയിട്ട് എനിക്ക് എന്ത് കിട്ടി, 2a plus 1 equal to 5. ആ ഈ ക്വസ്റ്റ്യനിലെ 2x plus 1 equal to 5 എന്ന് ഉണ്ടായിരുന്നു കേട്ടോ. ഈ ക്വസ്റ്റ്യനില് 2x plus 1 equal to 5 എന്നുണ്ടായിരുന്നു. അപ്പൊ ഇനി നമുക്ക് നോക്കാനുള്ളത്, ഇത് ശരിയാവുന്ന ഒരു എക്സ് ഉണ്ടല്ലോ, അതാരാ, 2x plus 1 equal to 5, 2x equal to 4, x equal to plus or minus 2. അടുത്തത് x square equal to 9. അപ്പൊ ഇത് ശരിയാവുന്ന എക്സ് എന്ന് പറയുന്നത് +3ഉം -3ഉമാണ്. പിന്നെ നമുക്ക് നോക്കാനുള്ളത് ആ വാല്യൂസ്, പോയിന്റ്സ് ഞാൻ കണ്ടുപിടിച്ചു. അപ്പൊ നോക്കൂ, ഈ പ്ലസ് ഓർ മൈനസ് 2ഉം, അയ്യോ പ്ലസ് ഓർ മൈനസ് 2 ഇല്ല, 2x equal to 4 എന്ന് പറയുമ്പോൾ x equal to 2 മാത്രമേ ഉള്ളൂ. x square equal to 9 എന്ന് പറയുമ്പോൾ x equal to plus or minus 3. ഇവിടെ എന്താ പറയണത്, P of x and Q of x, ഇവർ രണ്ടുപേരും സെയിം അല്ലല്ലോ കിട്ടിയപ്പോ. നമുക്ക് ഒരു സ്ഥലത്ത് കിട്ടിയത് 2ഉം മറ്റേ സ്ഥലത്ത് കിട്ടിയത് പ്ലസ് ഓർ മൈനസ് 3ഉം. അപ്പൊ അതെന്തായി, ഇത് രണ്ടും ഒരുപോലെ ശരിയാവുന്ന ഒരു എക്സിനെ നമുക്ക് കിട്ടിയിട്ടില്ല. അതുകൊണ്ട് ഈ സംഭവം ഫോൾസ് ആയി. ഇതെന്താ പറയണത്, there exists x P of x. P of x ശരിയാവുന്ന ഒരു എക്സ് ഉണ്ട്, അതാണ് നമ്മുടെ 2.
and there exists x q of x. q of x ശരിയാവുന്ന ഒരു x ഉണ്ട്, ഒരു x അല്ല, രണ്ടുപേരുണ്ട്, 3ഉം -3ഉം. അപ്പൊ ഇതെന്തായി? അത് പറയണ ശരിയല്ലേ? നമുക്ക് ഇങ്ങനെ ഒരു x ഉണ്ട്, അതേപോലെ ഈ പറയണ കാര്യം ട്രൂ ആണ്, അതുപോലെ തന്നെ ഈ പറയണ കാര്യം ട്രൂ ആണ്. ഇത് രണ്ടും കൂടി പറയണ കാര്യം ട്രൂ അല്ല. അതാണ് ഇവര് തമ്മിലുള്ള നൊട്ടേഷനിലുള്ള ഒരു വ്യത്യാസം. അത് രജിസ്റ്റും ഫോർ ഓൾ ഒക്കെ വെക്കുന്ന സ്ഥലത്തിന് ഓരോ ഇമ്പോർട്ടൻസ് ഉണ്ട്. അതാണ് ഈ ക്വസ്റ്റ്യൻ പറയണത്. അടുത്ത നമുക്ക് നോക്കാം. അടുത്ത നമുക്ക് ഉള്ളത്, സപ്പോസ് ദാറ്റ് p of x equal to x square greater than 0. Show that the statement for all x p of x is false where the universe is consisting of all integers. അതാലോചിച്ചറിഞ്ഞൂടെ? x square greater than 0 എല്ലാവർക്കും ശരിയാവില്ലല്ലോ, കാരണം നമുക്ക് x-ന് 0 ഇട്ട് കൊടുത്തു കഴിഞ്ഞാൽ അത് false ആവും. അങ്ങനെ നമുക്ക് ആ കണ്ടീഷൻ സാറ്റിസ്ഫൈ ചെയ്യണില്ല. ഇനി അടുത്തൊരു p of xy എന്ന് പറയുന്നത്